നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താണ് എന്തെവിടെ ഒരു തർക്കം? തർക്കമൊന്നുമില്ലട മോനെ. ഞങ്ങള് ശ്രീയുടെ വിവാഹക്കാര്യം സംസാരിക്കായിരുന്നു. ശ്രീയുടെ വിവാഹകാര്യോ? അതെന്താ ഇത്ര തിടുക്കം കൂട്ടി ശ്രീയുടെ വിവാഹം നടത്തുന്നത്? എന്തേലും ആവശ്യമുണ്ടെങ്കിലേ ഋതികമ്മയോട് എന്നോട് പറഞ്ഞാ മതി. ശരി. മൊട്ടായെന്നാ തോന്നുന്നു. ഐഷു, നല്ല വൃത്തിക്ക് എഴുത്. ഇതിനെന്താ കുഴപ്പം? തർക്കുത്തരം പറയാതെ മര്യാദക്ക് എഴുതു വേണേ. ജാതകങ്ങള് തമ്മിലേ 10-8 പൊരുത്ത. ഭഗവാനെ സ്വാമി, ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാല്ലേ. അതെ, അളിയനെ ഫോൺ വിളിച്ചാൽ വരാൻ പറയാം. എന്നാ വരേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ. എന്താ അച്ഛാ ഫോൺ വിളിച്ച് പറയുന്ന പറഞ്ഞത്? അത് നിന്റെ അപ്പച്ചിയുടെ കല്യാണ ചെക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അച്ഛൻ ഫോൺ വിളിച്ച് പറയാമെന്നാ പറഞ്ഞു. ഹായ്, അപ്പച്ചിയുടെ കല്യാണാണോ? മോളെ ഐഷു, ആ പുസ്തകം എടുത്തോണ്ട് അപ്പുറത്തേക്ക് പൊക്കോട്ടെ. ശരി അച്ഛാ. ചെല്. എന്തെങ്കിലും കരുതി വെച്ചിട്ടാണോ നിങ്ങൾ ഈ ധൃതി വെച്ച് കല്യാണം നടത്താൻ പോകുന്നേ? ആദർശ് നമ്മുടെ ചെക്കനല്ലേ. അവനങ്ങനെ സ്ത്രീധന തുകയുടെ കാര്യത്തില് ഡിമാൻഡ് ഒന്നും പറയത്തില്ല. ശങ്കുണ്ണിയമ്മാവനോ ആദർശമൊക്കെ പാവോ, പക്ഷേ അതുപോലെ അല്ല ഗിരിജയമ്മായി. അമ്മായി ഉറപ്പായും പണത്തിന്റെ കാര്യം സംസാരിക്കും. ചോദിക്കേണ്ടത് ചോദിക്കും. മോളെ പ്രിയേ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട കേട്ടോ. എനിക്ക് തരാനുള്ളത് പോലും തന്നു തീർത്തിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എവിടെ എപ്പ എന്ത് സംസാരിക്കണമെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ? എങ്ങനെയെങ്കിലും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ശ്രമിക്കുമ്പോ അവളുടെ ഒരു വേദാന്തം. എന്താണ് എന്തെവിടെ ഒരു തർക്കം? തർക്കമൊന്നുമില്ലട മോനെ. ഞങ്ങള് ശ്രീയുടെ വിവാഹക്കാര്യം സംസാരിക്കായിരുന്നു. ശ്രീയുടെ വിവാഹകാര്യോ? അതെന്താ ഇത്ര തിടുക്കം കൂട്ടി ശ്രീയുടെ വിവാഹം നടത്തുന്നത്? തിടുക്കം കൂട്ടുന്നൊന്നുമല്ല, എല്ലാത്തിനും അതിന്റേതായ നേരവും കാലവും ഇല്ലേ മോനെ. ഇവൾക്ക് വിവാഹപ്രായമായി. ഈ പ്രായത്തിൽ നടക്കേണ്ടതല്ലേ വിവാഹം? പിന്നെ നിന്റെ അമ്മാവൻ വിളിക്കുമ്പോഴെല്ലാം ആദർശമായിട്ടുള്ള ശ്രീയുടെ വിവാഹക്കാര്യം പറയും. ആദർശനും വിവാഹപ്രായമായില്ലേ? അവര് പറയുന്നത് നമ്മളെ മാനിക്കണ്ടേ? എന്നിട്ട് ഇവളെന്ത് പറഞ്ഞു? ഇവളുടെ അഭിപ്രായം അറിയണ്ടമ്മേ. അവളെന്ത് പറയാനാ? അവക്ക് സമ്മതാ. അല്ലമ്മേ, വർമ്മ സാറ് ശ്രീയുടെ മുന്നോട്ടുള്ള പഠിത്തത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം കൂടി എന്നോട് സംസാരിച്ചു. ഇപ്പോ പെട്ടെന്ന് വിവാഹം എന്നൊക്കെ പറയുമ്പോ അതൊക്കെ അവൾക്ക് വിവാഹം കഴിഞ്ഞാലും പഠിക്കാം. ആദർശ് അതിനൊന്നും എതിരല്ല. കാശിന്റെ കാര്യമാണോ അമ്മേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. ചേട്ടനോട് അമ്മ സംസാരിച്ചു മോനെ. ചേട്ടന് ഡിമാൻഡ് ഒന്നുമില്ല. ശ്രീയെ ആദർശിനെ ഏൽപ്പിച്ചാൽ മാത്രം മതിയെന്നാ ചേട്ടൻ പറഞ്ഞത്. മോളെ ശ്രീ, നിനക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. അമ്മാവനും ആദർശനും മോളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ അവര് സ്ത്രീധനൊന്നും വേണ്ടെന്ന് പറയുന്ന.
മോൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഏട്ടനറിയാം. ഈ വിവാഹത്തെക്കുറിച്ച് മോളുടെ അഭിപ്രായം എന്താ? ഇഷ്ടമാണെങ്കിലോ അല്ലെങ്കിലും അത് ചേട്ടനോട് ധൈര്യമായിട്ട് മോൾക്ക് തുറന്നു പറയാം. മോളുടെ അഭിപ്രായമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന. കാരണം ഇത് മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറയും മോളെ, മോൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. ശരി. അമ്മ എന്നോട് പെട്ടി പാക്ക് ചെയ്തോളൂ, ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. വളരെ ഈസിയായി അമ്മേനെ സേവ് ചെയ്തു. അമ്മാവൻ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ ശരിക്കും മനസ്സിൽ പോലും വിചാരിച്ചതേ ഇല്ല. ബട്ട് നമ്മുടെ പ്ലാൻ നടക്കില്ലല്ലോ അമ്മേ. ദാ പിടിച്ചോന്നും പറഞ്ഞ് അവര് ഋതികയുടെ നിശ്ചയം നടത്തും. അതിനു പിറകെ വിവാഹവും. വിവാഹം കഴിഞ്ഞാലുടൻ അവൾ അമേരിക്കയിലേക്ക് പറക്കും. സൽപുത്ര, മോനെ ദീപക്കേ, അമ്മയുടെ കയ്യിൽ അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? വിവാഹവും അവളുടെ അമേരിക്കയിൽ പോക്കൊക്കെ നടക്കണമെങ്കിലേ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണ്ടേ? അവളെ അമ്മ എവിടേക്ക് പറഞ്ഞു വിടുന്ന? അവളെ നമ്മളെ ജയിലിലാക്കുന്നു. ഒരു കേസ് അവളുടെ തലയെ കെട്ടിവെച്ച അവളുടെ വിവാഹവും മുടങ്ങും. അവൾ അമേരിക്ക പോയിട്ട് ജയിലിന്റെ മതിലിന് പുറം പോലും കാണാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോ ഒരു ബ്ലാക്ക് ഹിസ്റ്ററിയുള്ള പെണ്ണിനെ ആരും വിവാഹം കഴിക്കാൻ വരാതെയാവും. അപ്പോ നീ അവക്കൊരു ജീവിതം കൊടുക്കും. സൂപ്പർ അമ്മേ, അത് കലക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.